കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അമേരിക്ക ഉണ്ടാക്കിയെടുത്തൊരു ലോക വ്യാപാര ക്രമമുണ്ട്. ആ ക്രമത്തിനാണ് ഇപ്പോൾ അമേരിക്ക തന്നെ ആം, വെടിവെച്ചിട്ടിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചോദ്യം ഇതിൽ സെൽഫ് ഗോൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റാണ് പ്രധാനം. ഏത് പോസ്റ്റ് കണ്ടാലും ഗോൾ അടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന്റെ കോൺസിക്വൻസ് ഒന്നും അദ്ദേഹം ആലോചിക്കാറില്ല എന്നുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ട്രംപിന്റെ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രത്യേക വസ്തുത എന്നുള്ളതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ 70% H1B വിസ എന്നത് ഇന്ത്യക്കാരുടെ കയ്യിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇന്ത്യക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ട്രംപ് ചെയ്തതാണ്. ഇതിനു മുമ്പ് എടുത്തുള്ള നികുതിയുടെ കാര്യത്തിലാണെങ്കിൽ അത് നമുക്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയും വന്നു പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വളരെ സ്പെസിഫിക്കലി ഇന്ത്യക്ക് തന്നെ നേരെയുള്ള ഒരു ചൂണ്ടുവിരലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് മാത്രവുമല്ല, ഈ പ്രത്യേക കാര്യത്തിൽ നമ്മളുടെ ഉള്ളത് നികുതിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാ ആളുകളെയും, ഇന്ത്യയിലെ എല്ലാ ആളുകളെയും ഒരുപോലെ ഇഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് സാധാരണക്കാരനെ പോലും എന്ന് വെച്ചാൽ തിരുപ്പൂരിലെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെങ്കിലും അല്ലെങ്കിൽ ചെമ്മീൻ കച്ചവടക്കാരെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഇന്ത്യയിലെ കോമൺ പോപ്പുലേഷന്റെ മേലെ ഉണ്ടാക്കുന്നില്ല. പ്രത്യേകിച്ചും IT കമ്പനികളാണ് ഇതിന്റെ വിക്ടിംസ് ആയിരിക്കുന്നത്. ഏകദേശം 66-67% H1 വിസ കിട്ടുന്നത് IT മേഖലയിലുള്ളതാണ്. ഇന്ത്യൻ കമ്പനികൾ മാത്രവുമല്ല, ഇപ്പൊ ആമസോൺ പോലുള്ള കമ്പനികളാണ് ഏറ്റവും കൂടുതൽ H1 ഈ വിസ കൊടുത്തിരിക്കുന്നത്. 10,000-ലധികം വിസ ഈ കമ്പനികൾ, അമേരിക്കൻ കമ്പനികൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ താരിഫിന്റെയും ഇതിന്റെയും ഇമ്പാക്ട് നമ്മൾ അസസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് താരിഫിനോളം വരികയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ കൂടാതെ എനിക്ക് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, സി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിൽ മറ്റൊരു ചൈന കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ എത്രത്തോളം നമ്മളുടെ ഫ്രണ്ടാണെന്നും ബാക്കിയെല്ലാം പറയുന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യയുടെ വളർച്ച എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും പരിഗണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ അമേരിക്ക തന്നെ പഠിച്ചൊരു പാഠമുണ്ട്. കഴിഞ്ഞ 10-25 കൊല്ലത്തിനുള്ളിൽ ചൈന ചെയ്ത ജോലിയുണ്ട്. അതായത് മാനുഫാക്ചറിംഗ് രംഗത്ത് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ആ ഉൽപ്പന്നങ്ങളെ അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അങ്ങനെ വളരെ സൈലന്റായി, നിശബ്ദമായി ഒരു ഇക്കണോമിയുടെ രണ്ടാമത്തെ തട്ടിലേക്ക് നടന്നു കയറിയ ഒരു രാജ്യമാണ് ചൈന. അത്തരത്തിൽ മാനുഫാക്ചറിംഗ് രംഗത്തല്ല, സർവീസ് രംഗത്ത് IT മേഖലയിലും ഈ ഇന്ത്യ പിന്തുടർന്ന ഒരു പാത ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള വലിയൊരു സാധ്യത തുറന്നിടുമോ എന്നുള്ളൊരു ഭയം അമേരിക്കയിലുണ്ട്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. അവിടെ പോവുകയും IT കമ്പനിയിൽ ജോലി ചെയ്യുകയും ഗ്രീൻ കാർഡ് എടുക്കുകയും അവിടുത്തെ സിറ്റിസൺ ആയി മാറുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയും, ഇത് നേരത്തെ ഈ വോട്ട് ട്രംപ് വന്നത് തന്നെ ഈ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇതിന്റെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ അദ്ദേഹം എത്തുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടേമിൽ ഇമ്പാക്ട് ഉണ്ടാവും, പക്ഷേ ലോങ് ടേമിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, ഇത് ട്രംപിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്. ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് താരിഫ് പോലെ അല്ല, നികുതി പോലെ അല്ല. ഇത് വലിയ കമ്പനികളുടെ മേലെ ഇമ്പാക്ട് ഉണ്ടാകുന്ന കാര്യമാണ്. ആമസോണിനും ഗൂഗിളിനും അതേപോലെ മൈക്രോസോഫ്റ്റിനും ഒക്കെ ഇമ്പാക്ട് ഉണ്ടാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഹൗസസിന്റെ മേലെ ചൂട് വന്നു തുടങ്ങിയാൽ അവർ തീർച്ചയായിട്ടും ഇതിനെ കോടതിയിൽ പോയി ചോദ്യം ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഷോർട്ട് ടേമിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണിത്. ഈ നീക്കം തീർച്ചയായിട്ടും ഇന്ത്യയെ ചൂണ്ടിക്കൊണ്ട് തന്നെ ഉള്ളതാണ്.